വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. അപ്പൊ നമുക്ക് NT UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതുവരെ നടന്നതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം. അപ്പൊ ഡിസംബർ 2023 ജൂൺ 2023 എന്നുള്ള എക്സാമിന്റെ രണ്ട് പേപ്പറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് പേപ്പറും തറോ ആയിട്ട് സോൾവ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള വേറൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി ഓവർ വാല്യൂഡ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടുന്നാണ് നമ്മുടെ ആൻസർ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കോണ്ടെക്സ്റ്റിൽ ഏത് തരത്തിലാണ് സെൻട്രൽ ബാങ്ക് ഈ അവസ്ഥയിലേക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത്? ആ സൊല്യൂഷൻ നമുക്കൊരു 5 സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റിനെയും കറക്റ്റ് ഓർഡറിലാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പുട്ടിംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഈ പുതിയ ഫോർമാറ്റ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി ഓവർ വാല്യൂഡ് ആണ് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം തന്നെ അവിടെ എന്താ, എക്സ്ചേഞ്ച് റേറ്റ് ലോവർ ആണ്, മാർക്കറ്റ് ക്ലിയറിംഗ് എക്സ്ചേഞ്ച് റേറ്റിനെക്കാട്ടിലും താഴെയാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് നിൽക്കുന്നതെന്നാണ്. അപ്പൊ ഇത് നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റുക? ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്. നേരത്തെ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം പ്രകാരം $1 50 രൂപയാണെങ്കിൽ ഇപ്പൊ അത് താഴെയാണ്. അതായത് $1 48 രൂപയേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് ഇന്ത്യൻ കറൻസിക്ക് നല്ലൊരു മൂല്യമുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എന്താ, ഡൊമസ്റ്റിക് കറൻസി മൂല്യമുണ്ട്, ഓവർ വാല്യൂഡ് ആണ്, ആവശ്യത്തിൽ അധികം മൂല്യം അവിടെ ഉണ്ട്. അതേസമയം ഫോറിൻ കറൻസി അണ്ടർ വാല്യൂഡ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സസ് ഡിമാൻഡ് സിറ്റുവേഷൻ കാണാൻ പറ്റും അല്ലെ. ഡിമാൻഡ് എത്രയുണ്ട്? ഇത്രയുമുണ്ട്. ഇപ്പൊ QD എന്നുള്ള ഒരു ലെവൽ. ഇവിടെ സപ്ലൈ പക്ഷെ എത്രയേ ഉള്ളൂ? QS. ഇതൊരു ചെറിയ ലെവലിൽ സപ്ലൈ കുറവാണ്. ഏതിന്റെ? ഫോറിൻ കറൻസിയുടെ സപ്ലൈ കുറവാണ്. പക്ഷെ ഫോറിൻ കറൻസിക്ക് ഇത്രയും എക്സസ് ഡിമാൻഡ് ഉണ്ട്, അത്രയും നമുക്ക് ഫോറിൻ കറൻസി പക്ഷെ അവൈലബിൾ അല്ല. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. അപ്പൊ ഇതിനെ എങ്ങനെയായിരിക്കും നമ്മുടെ സെൻട്രൽ ബാങ്ക് സോൾവ് ചെയ്യുക? ആദ്യം നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യാം അല്ലെ. പ്രോബ്ലം എവിടെ സ്റ്റേറ്റ് ആവുന്നത്? ഫസ്റ്റ് B, എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ലോവർ ദാൻ ദ മാർക്കറ്റ് ക്ലിയറിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ അർത്ഥം? So first one this, second one this. The demand for foreign currency exceeds its supply. ഇവിടെ സപ്ലൈയെക്കാട്ടിലും ഡിമാൻഡ് കൂടുതലാണ്. എന്തിന്? ഫോറിൻ കറൻസിക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? സെൻട്രൽ ബാങ്ക്, ഇനിയാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് കടക്കുന്നത്. തേർഡ് പോയിന്റ് ഇസ് ദിസ് വൺ. സെൻട്രൽ ബാങ്ക് സെൽസ് ദ ഫോറിൻ കറൻസി ഫ്രം ഇറ്റ്സ് സ്റ്റോക്ക് ഓഫ് റിസർവ്സ്. അതായത് നമ്മുടെ പ്രോബ്ലം എന്താണ്? ഡിമാൻഡ് കൂടുതലാണ്, നമ്മുടെ ഫോറിൻ കറൻസി നമ്മുടെ ഇക്കോണമിയിൽ അവൈലബിൾ അല്ല. അപ്പൊ നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിലുള്ള റിസർവ്സിന് എന്ത് ചെയ്യും? പബ്ലിക്കിന്, കോമൺ പബ്ലിക്കിന് വിൽക്കും. അപ്പോൾ നമ്മുടെ ഇക്കോണമിയിലുള്ള ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടും. അപ്പൊ ഇങ്ങനെയാണ് ആ സൊല്യൂഷനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സെൻട്രൽ ബാങ്ക് ഫോറിൻ കറൻസി സെല് ചെയ്യും. ഇത് ഏതിലൂടെയാണ് സെല് ചെയ്യുക? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി നമ്മുടെ സെൻട്രൽ ബാങ്ക് ഫോറിൻ കറൻസി സെല് ചെയ്യുന്നു. അങ്ങനെ സെല് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, യെസ്, ദ ഫോർത്ത് പോയിന്റ് C ആണ്. ഗ്യാപ്പും ആ ഒരു ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള ആ ഗ്യാപ്പ് കുറഞ്ഞു വരും. നമ്മൾ നേരത്തെ കാണിച്ച എക്സസ് ഡിമാൻഡ് എന്നുള്ളത് കുറഞ്ഞ് അതൊരു മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന ഇക്വിലിബ്രിയം എന്നുള്ള ഒരു സ്ഥലത്ത് തന്നെ എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ പക്ഷെ അവസാനം എന്താ സംഭവിക്കുക? ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ സ്റ്റോക്ക് എന്താവും? ഡിപ്ലീറ്റ് ആവും. സെൻട്രൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫോറിൻ കറൻസി മൊത്തം തീർന്നു പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും, ഡിപ്ലീറ്റ് ആവും. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് എന്താ സംഭവിച്ചത്? എക്സ്ചേഞ്ച് റേറ്റ് കുറവായി മാർക്കറ്റ് ക്ലിയറിംഗ് ലെവലിനെക്കാട്ടിലും. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എന്തുണ്ട്? എക്സസ് ഡിമാൻഡ് ഉണ്ട് ഫോറിൻ കറൻസിക്കുള്ളത്, പക്ഷെ അതിനനുസരിച്ച് സപ്ലൈ ഇല്ല. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് ഫോറിൻ കറൻസി സെല് ചെയ്യണം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി. ഇതിന്റെ കാരണം ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഡിമാൻഡ് സപ്ലൈന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കുറയുന്നു. പക്ഷെ അവിടെ വീണ്ടും എന്ത് സംഭവിക്കുന്നു? സെൻട്രൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫോറിൻ കറൻസി ഡിപ്ലീറ്റ് ആയി പോവാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. യെസ്, BAECD. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇത് കുറച്ചും കൂടെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാം. നമ്മുടെ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി പറയുന്നത് ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് എത്രയാണെന്നാണ്. ഒരു രാജ്യത്ത് നമ്മൾക്ക് പരിമിതി അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻഫ്ലേഷന്. ആ പരിധി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഈസി ആണ് അല്ലെ, 4 ±
2%. അതായത് എന്താ, 2%, 6% ഇടയിൽ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും ആണെങ്കിലും എന്താ, ഇൻഫ്ലേഷൻ ഓക്കെ ആണ്, ആ ഒരു ഇൻഫ്ലേഷൻ ഹെൽത്തി ആണ് എന്നുള്ളത് RBI സമ്മതിച്ചിട്ടുണ്ട്. അവിടെ RBI ഇടപെട്ടിട്ട് ആ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ നോക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ മാർക്കറ്റ് ഓഫ് ലേബേഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നമുക്ക് ട്രിക്കി ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഗ്രാഫിക്കലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ദ ഇക്വിലിബ്രിയം വേജ് റേറ്റ് എന്താ തന്നിരിക്കുന്നത്, W* എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഒരു മിനിമം വേജ് ലെജിസ്ലേഷൻ എന്നുള്ളതിന്റെ ഒരു ബേസ് ചെയ്തിട്ട് W' എന്നുള്ളൊരു മിനിമം വേജ് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെയോ ട്രൂ ആണ്, ഏതൊക്കെയോ ഫോൾസ് ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഇതിൽ ശരിക്കും ഉള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഗ്രാഫ് വരച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പൊ ലേബർ ഡിമാൻഡ് ആൻഡ് ലേബർ സപ്ലൈയില് ഇത് ലേബർ ഡിമാൻഡ് കർവ്, ഇത് ലേബർ സപ്ലൈ കർവ്, ഇത് ഇക്വിലിബ്രിയം വേജ് അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം വേജ് റേറ്റ് എത്രയാണ്, W* ആണ് അല്ലെ. പക്ഷെ മിനിമം വേജ് ലെജിസ്ലേഷൻ വന്നു. നമുക്ക് കോമൺ ആയിട്ട് ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് വരാറ്. മിനിമം വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴെ സെറ്റ് ചെയ്യും. പക്ഷെ താഴെയല്ല, മിനിമം വേജ് ലെജിസ്ലേഷൻ മേലെയാണ്. ഇതിന്റെ കാരണം എന്താ, കോൺസെപ്ച്വലി ആലോചിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവും. മാർക്കറ്റിൽ നിലനിൽക്കുന്ന വിലയാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റിൽ കാണിക്കുക. അത് വളരെയധികം ഒരു ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അത്രയും താഴെ വരുമ്പോഴാണ്, അത്രയും ഒരിക്കലും താഴെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് മേലേക്ക് ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ഒരു വിലയാണ് മിനിമം വേജ്. അപ്പൊ ഇത്രയും മാർക്കറ്റിന്റെ അത്രയും താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ പോവരുതെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ അതിന്റെ മേലെ ആയിരിക്കുമല്ലോ ഗവൺമെന്റ് വേജ് അത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാണ് എന്ത്, മിനിമം വേജ് W'. ഇവിടെ തന്നെ നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. There is a tendency of increased casualization of workers if W' is greater than W*. ഇത് ആക്ച്വലി നമ്മൾ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്തു അല്ലെ. W' is greater than W*, where the workers would not receive a lot of benefits. ഇത് കറക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ഹയർ ലെവൽ ഓഫ് വേജസ് ഗവൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴെ പോവാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, എക്സസ് സപ്ലൈ ആണ് അല്ലെ. ലേബർ ഒരുപാട് സപ്ലൈ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് ലേബർ ഡിമാൻഡ് ചെയ്യില്ല. ആര് ഡിമാൻഡ് ചെയ്യില്ല, കമ്പനികൾ ഡിമാൻഡ് ചെയ്യില്ല. അപ്പൊ കമ്പനികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കമ്പനികൾ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ അവിടെ കൂടുക, വേജ് കൂടുമ്പോൾ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒന്നെങ്കിൽ അത് ആവശ്യമില്ലാത്ത ലേബറിനെ ഫയർ ചെയ്യും, അവർക്ക് ജോലി കൊടുക്കാതെ അവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോമൺ ആയിട്ട് ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിനെ പെർമനന്റ് ആക്കാതെ ടെമ്പററി ആയിട്ട് വെച്ചിട്ട് അവർക്ക് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊടുക്കാതെ വെറും ടെമ്പററി വേജസ് മാത്രം കൊടുത്തിട്ട് നിർത്തുന്നത് ഇങ്ങനെയൊരു സമയത്താണ്. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പനികളുടെ കൂടുന്നുണ്ട്. എന്തുകൊണ്ട്, മിനിമം വേജ് ലെജിസ്ലേഷൻ വന്നതുകൊണ്ട്. W* എന്നുള്ളൊരു മിനിമം വേജ് ലെജിസ്ലേഷൻ നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തായിരിക്കും, ഇൻക്രീസ്ഡ് കാഷ്വലൈസേഷൻ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ കാഷ്വലൈസ് ആക്കപ്പെടുന്നു, അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയോ സ്ഥിരമായിട്ടുള്ള വരുമാനമോ കൊടുക്കാതിരിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സും അലവൻസുകളും കൊടുക്കാതിരിക്കുന്നു. ഇങ്ങനെയാണ് പ്രൈവറ്റ് കമ്പനികൾ ഈ ഒരു പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യുക. അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ മാർക്കറ്റ് വിൽ നൗ ടെൻഡ് ടുവേർഡ്സ് എ ന്യൂ ഇക്വിലിബ്രിയം അറ്റ് W'. ഇപ്പൊ തന്നെ തെറ്റിയില്ലേ, നമ്മളൊരു W' എന്നുള്ള അവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് പോവില്ല, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇഫ് W' is less than W*, അവിടെയും തെറ്റി. കാരണം എന്താ, W' is greater than W*. അപ്പൊ ഇതും തെറ്റാണ്. ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ ടു അഡ്മിനിസ്റ്റർ സച്ച് എ ലെജിസ്ലേഷൻ അൺടിൽ W' ഈക്വൽ ടു W*. ഇങ്ങനെയുമല്ല. കാരണം W' മേലെ ആണെങ്കിലും ഒരു ഹയർ മിനിമം വേജ് സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും ഇതിനെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നുണ്ട്. ഇതിനെ നമ്മൾ കാഷ്വലൈസേഷൻ ഓഫ് വർക്കേഴ്സ് എന്നുള്ളൊരു പ്രോബ്ലം കൊണ്ടായിരിക്കും ഇത് പിന്നെയും ഫോളോ ചെയ്യുക. അതുകൊണ്ട് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ അത്ര പ്രോബ്ലം ഒന്നുമില്ല. സോ ഇതും തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എ മാത്രമാണ് ആൻസർ കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ എടുത്ത് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിടാം. ഭയങ്കര ഈസിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. OLS റിഗ്രഷൻ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേജ് ക്യാപ് ഈക്വൽ ടു -3.36. ഇതെന്താണ്, ഓട്ടോണമസ് പാർട്ടാണ് അല്ലെ. ഓട്ടോണമസ് പാർട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഈ ക്വസ്റ്റ്യനിലും ഇതിന്റെ ആവശ്യമില്ല. പ്ലസ് 0.64 S. എന്താണ്, ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്.
പ്ലസ് 0.15 CA എന്താണ്? കോഗ്നിറ്റീവ് എബിലിറ്റി സ്കോർസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരാളുടെ വേജ് എന്തിനെയൊക്കെ അടിസ്ഥിതമായിട്ടായിരിക്കും ഇരിക്കുക? അയാളുടെ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എത്ര ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അയാൾക്ക് ഉണ്ട് എന്നുള്ളത്, പ്ലസ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, അയാളുടെ IQ ലെവൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതിന്റെ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. WCAP ഈക്വൽ ടു -3.36 എന്നുള്ള ഓട്ടോണമസ് പാർട്ടിന്റെ സ്റ്റാൻഡേർഡ് എറർ ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3.36ന്റെ സ്റ്റാൻഡേർഡ് എറർ ആണ് 1.98, ഇയേഴ്സ് ഓഫ് സ്കൂളിംഗിന്റെ സ്റ്റാൻഡേർഡ് എറർ ആണ് 0.12, കോഗ്നിറ്റീവ് എബിലിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് എറർ ആണ് 0.05. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് ഡാറ്റ തന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും തന്നിട്ടുണ്ട്. റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും തന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റും? ഇത് F സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. F സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ESS by K ഹോൾ ഡിവൈഡഡ് ബൈ RSS by N minus K minus 1. അപ്പൊ നമുക്ക് F സ്റ്റാറ്റിസ്റ്റിക്കും കണ്ടുപിടിക്കാൻ പറ്റും, T സ്റ്റാറ്റിസ്റ്റിക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇനി തന്നിട്ടുണ്ടാവും, അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോർ 1 year increase in schooling, wage per hour increases by 640 rupees on the average when CA is kept കോൺസ്റ്റന്റ്. ഇത് ആക്ച്വലി ഈ ഒരു ഇക്വേഷന്റെ അർത്ഥം മാത്രമാണ്, അതിൽ കൂടുതൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതായത് എന്താ, ഇവിടെ വേജസ് 1000ലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം 1000 rupees എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങിന്റെ നമ്പർ ശരിക്കും 1000 rupeesന്റെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0.64 into 1000 ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 640. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇപ്പൊ ചെയ്ത ഈ സൊല്യൂഷന്റെ അർത്ഥം എന്താണ്? ഒരു 1000 രൂപ വേജ് കൂടണമെങ്കിൽ അതിന്റെ റിസൾട്ട് 1000 രൂപ വേജ് കൂടണമെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കണം? 640 എമൗണ്ട് ഓഫ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് കൂടിയിട്ടുണ്ടാവണം. ഓക്കെ, പക്ഷെ അവിടെ എന്താണ്? കോഗ്നേറ്റീവ് എബിലിറ്റീസ് നമ്മൾ കോൺസ്റ്റന്റ് ആയി വെച്ചിരിക്കുകയാണ്. കോഗ്നേറ്റീവ് എബിലിറ്റീസ് ചേഞ്ച് ആവുന്നതിനെ പറ്റിയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 640 നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഒരു വർഷം സ്കൂളിംഗ് എഡ്യൂക്കേഷൻ ഇയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വേജ് പെർ അവർ ഇൻക്രീസസ് ബൈ ₹640 ഓൺ ദ ആവറേജ് വെൻ CA is kept constant. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിയാ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. ആദ്യം T സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം, ഏതിന്റെ? CAന്റെ. പിന്നെ നമുക്ക് രണ്ടും F സ്റ്റാറ്റിസ്റ്റിക് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാം. എളുപ്പമല്ലേ? T സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ എന്തായിരുന്നു? βCAP മൈനസ് β0 ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? βCAP തന്നിട്ടുണ്ട് അല്ലെ? βCAP എത്രയായിരുന്നു? 0.15 CA. CAയുടെ ആണ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ βCAP എത്രയാണ്? 0.15. ഇനി β0 നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. β0 എന്ന് വെച്ചാൽ എന്താ? നൾ ഹൈപ്പോത്തസിസിന്റെ ബീറ്റ വാല്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നൾ ഹൈപ്പോത്തസിസേ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ വാല്യൂ എന്തായിട്ട് എടുക്കാം? 0 എന്ന് എടുക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ എത്രയായിരുന്നു? സ്റ്റാൻഡേർഡ് എറർ 0.05. അപ്പൊ 0.15 ഹോൾ ഡിവൈഡഡ് ബൈ 0.05 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് ആൻസർ കിട്ടും. എളുപ്പമാണ് അല്ലെ? ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ T സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? 3. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. സിമ്പിൾ ആയില്ലേ? ഇനി F സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് F സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഇക്വേഷൻ ഞാൻ എന്തായിരുന്നു പറഞ്ഞ? ESS ഹോൾ ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ നമുക്ക് K എന്ന് വിളിക്കാം, RSS ഹോൾ ഡിവൈഡഡ് ബൈ N minus K minus 1. ഇതും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ESS എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ESS 4745.75, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. അപ്പൊ ന്യൂമറേറ്റർ എന്താവും? 4745.75 by 2 എന്നാവും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിലും അതന്നെയാണ് തന്നിരിക്കുന്നത്, 4745.75 by 2. ഇനി താഴെ എന്താ? RSS ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. RSS എന്താ അവിടെ? 33651.28. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? 567. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഡിനോമിനേറ്ററിൽ എന്താ? സെയിം. സോ ഇതിന്റെ ആൻസർ എന്താ? കറക്റ്റ് ആണ്. സോൾവ് ചെയ്യുക പോലും വേണ്ട, നമുക്ക് ആൻസർ അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അതേ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മുടെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആയിട്ടും തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്.
പക്ഷെ അവിടെ എന്താവും ആൻസർ അപ്പോൾ തെറ്റാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ESS മേലെയും RSS താഴെയും തന്നെ വരണം. ഇവിടെ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതൊഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ A, D and C is true, D is false. ഇനി അടുത്തതും ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അക്കൗണ്ട് BOP നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള കറണ്ട് അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ കൂടുതൽ ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. Current account deficit equals excess of imports over sum of exports and net transfer received by a country. Simple and direct അല്ലേ? നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? എക്സ്പോർട്ട് ഉണ്ടാവും, ഇമ്പോർട്ട് ഉണ്ടാവും, ട്രാൻസ്ഫർ റിസീപ്റ്റ്സ് ഉണ്ടാവും അല്ലെ? അതിൽ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് ഓഫ് ഇമ്പോർട്ട്സ് ആയിരിക്കില്ല. കാരണം ഡെഫിസിറ്റ് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, എക്സ്പോർട്ട് ആയിരിക്കില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് സിംപ്ലി കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് മേ ബി കവേർഡ് ബൈ ബോറോയിങ് ഫ്രം ഫോറിനേഴ്സ്. അപ്പൊ നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാ സോൾവ് ചെയ്യുക? നമ്മളപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സർപ്ലസ് ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബോറോയിങ് ഫ്രം ഫോറിനേഴ്സിന്റെ നിന്ന് നമ്മൾ കടം വാങ്ങുകയാണ്. കടം വാങ്ങുക പറയുമ്പോൾ എന്താ? നമുക്ക് ഡോളർ ഇൻഫ്ലോ, ഡോളർ നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആവും. സോ അത് സോൾവ് ആയി. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അടുത്തത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് മേ ബി കവേർഡ് ബൈ ബൈയിങ് അസറ്റ്സ് ഫ്രം ഫോറിനേഴ്സ്. ഇവിടെയും സെയിം ആണ്. നമ്മൾ അസറ്റുകൾ ഫോറിനേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ പക്ഷെ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ നിന്നും ഡോളർ ഔട്ട്ഫ്ലോ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഡെഫിസിറ്റ് ആയിട്ട് മാറും. അപ്പൊ അത് ഒരു പ്രോബ്ലം വഷളാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ട്രൂ അല്ല. Next, if India's current account deficit in a particular period is $50 million, it can be financed by net capital inflows amounting to $50 million. ഞാൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. കറണ്ട് അക്കൗണ്ടിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അത് ഏതിൽ സർപ്ലസ് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ സർപ്ലസ് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യും. അത് സിംപ്ലി എഴുതി വെച്ചിരിക്കുകയാണ്. സോ ഇതും കറക്റ്റ് ആണ്. അപ്പൊ മൊത്തത്തിൽ C എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. നോക്കാട്ടോ. യെസ്, C എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, ബാക്കിയെല്ലാം. ഇനി ഇത് പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്നുള്ള ഒരു ടോപ്പിക്കും തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 2 എന്നുള്ള ഒരു ലിസ്റ്റില്, 1 അല്ല 2 എന്നുള്ള ലിസ്റ്റില് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏത് ഡയമെൻഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ് കേട്ടോ. ജെൻഡർ ഇൻഈക്വാലിറ്റി ഉണ്ടോ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടോ, സോഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടോ, എക്കണോമിക് ഇൻക്ലൂഷൻ ഉണ്ടോ? ഇവിടെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ആൻസർ ആണ് കേട്ടോ ഇതിന് വരാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ടോപ്പിക്കിന് വേണ്ടി ഒന്ന് ഫെമിലിയർ ആവാം. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെഷർ ആണ്. ഇറ്റ് മെഷേഴ്സ് പോവർട്ടി ഇൻ ടേംസ് ഓഫ് 3 ബേസിക് ഡയമെൻഷൻസ്: ലോങ്ങിറ്റിവിറ്റി, നോളജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇങ്ങനെ മൂന്ന് അളവുകോൽ വെച്ചിട്ട് പോവർട്ടി നമ്മൾ മെഷർ ചെയ്യാണ് HPI യൂസ് ചെയ്തിട്ട്. അപ്പൊ HPI 1 എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് തന്നെയാണ്. അതേപോലെ HPI 2 പറയുന്നത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനാണ്. അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? HPI 2 ആണ് നമുക്ക് നോക്കാനുള്ള. HPI 1ന്റെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ആണ്. എന്താ? ലോങ്ങിറ്റിവിറ്റി നോക്കുന്നു, നോളജ് നോക്കുന്നു, ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടോ നോക്കുന്നു. സെയിം തന്നെയാണ്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ലോങ്ങിറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് സർവൈവിംഗ് ടു ദ ഏജ് ഓഫ് 40. 40 വയസ്സ് വരെ പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളതിന്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ HPI 2 അത് എന്തായി മാറും? ഏജ് 60 ആയി മാറും. ഇങ്ങനെ കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് HPI 2 നമ്മൾ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ ആണോ, എക്കണോമിക് ഇൻക്ലൂഷൻ ആണോ, ജെൻഡർ ഇൻഈക്വാലിറ്റി ആണോ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണോ, ഏത് കോൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്? സോഷ്യൽ ഇൻക്ലൂഷൻ. കാരണം എന്താ? ഇവിടെ സോഷ്യൽ എക്സ്ക്ലൂഷൻ മെഷർ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് കാലത്തേക്ക് അൺഎംപ്ലോയിഡ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യലി നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്ത് നമ്മൾ ഉൾവലിഞ്ഞു പോവാണ് അല്ലെ? അപ്പൊ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ഏത് മെഷർ ചെയ്യുന്നുണ്ട്? HPI 2 മെഷർ ചെയ്യുന്നുണ്ട്. അവിടെ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താവും? സോഷ്യൽ ഇൻക്ലൂഷൻ. ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് ഒന്നും നമ്മുടെ HPI 2 മെൻഷൻ ചെയ്യുന്നില്ല. ജെൻഡറിനെ മെൻഷൻ ചെയ്യുന്നില്ല, ഫൈനാൻസ് മെൻഷൻ ചെയ്യുന്നില്ല, എക്കണോമിക് ഇൻക്ലൂഷൻ മെൻഷൻ ചെയ്യുന്നില്ല. ഏത് മാത്രമേ ഉള്ളൂ? ഒരു സൊസൈറ്റിയിൽ നമ്മൾ എക്സ്ക്ലൂഡ് ആയി പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും ആക്ച്വലി ഈസിയാണ് കേട്ടോ. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താ? ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ? അതായത് യങ് ആയിട്ടുള്ള
വർക്കിംഗ് പോപ്പുലേഷൻ ഒരു 15 to 64 ഏജസിന്റെ ഇടയിലുള്ള പോപ്പുലേഷൻ ഒരുപാട് കൂടുതലായിട്ട് വരണം. അപ്പൊ അത് ഇക്കോണമിയെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇതാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? റീപ്ലേസ്മെന്റ് റേറ്റ്, നമ്മുടെ അഡൾട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ, ചിൽഡ്രൻ ആണെങ്കിലും ഓൾഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിലും ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പോപ്പുലേഷനെ ആര് റീപ്ലേസ് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ഇക്കോണമിക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന യങ് ആയിട്ടുള്ള വർക്കിംഗ് പോപ്പുലേഷൻ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ നമുക്ക് എന്ത് പറയാം? ഒരു റീപ്ലേസ്മെന്റ് റേറ്റ് ആയിട്ട് പറയാം. ഇനി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ആരാ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കൊണ്ടുവന്നത്? നമ്മുടെ റോസ്റ്റോ ആണ് അല്ലെ. ഇവിടെ റോസ്റ്റോനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? ടേക്ക് ഓഫ് എന്നുള്ള ഒരു സ്റ്റേജ് റോസ്റ്റോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഇനി റൂറൽ അർബൻ മൈഗ്രേഷൻ ഡിസിഷൻ. റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും നമ്മൾ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഡിസിഷൻ എടുക്കണം. അപ്പൊ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം എവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഡ്യുവലിസം, സോഷ്യൽ ഡ്യുവലിസം, ടെക്നോളജിക്കൽ ഡ്യുവലിസം, ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു കാരണമാണ് അത്, വേറെയും റീസൺസ് ഉണ്ട്. ബാക്ക്വേർഡ് ബെൻഡിങ് ലേബർ സപ്ലൈ കർവ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? 3, 2, 1, 4. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, 3, 2, 1 and 4. നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇതും ഒരു മാച്ച് ഫോളോയിങ് ആണ്. തിയറി ഓഫ് അൺഈക്വൽ എക്സ്ചേഞ്ച് റേറ്റ് ആരാ കൊണ്ടുവന്നത്? നമ്മുടെ എ ഇമ്മാനുവൽ. ഇനി അടുത്തത് ദ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ്. ഈ കോൺസെപ്റ്റ് ആരാ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ? ഹിർഷ്മാൻ ആണ്. നമ്മൾ ഇവിടെ മിർഡാലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ മിർഡാൽ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാത്തത്? ക്ലിയർ കട്ടായിട്ട് ഇവിടെ ബാക്ക് വാഷ് എഫക്ട് ഉണ്ട്. ബാക്ക് വാഷ് എഫക്ട് ആരാ കൊണ്ടുവന്നത്? നമ്മുടെ ഗുണാർ മിർഡാൽ. അപ്പൊ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് ആരാ കൊണ്ടുവന്നത്? ആ കോൺസെപ്റ്റിനെ പറ്റി ആരാ സംസാരിച്ചത്? ഹിർഷ്മാൻ. ഇനി ബാക്കിയുള്ള എന്താ? ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഓക്കെ, ഇവിടെ അപ്പൊ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് അപ്പൊ ഏതായിരിക്കും? ജി ഫ്രാങ്ക് ആയിരിക്കും ഇതിന് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ് എഫക്ട് ആര് സംസാരിച്ചിട്ടുണ്ട്? ഹിർഷ്മാൻ മാത്രമേ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സി എന്നുള്ള ഓപ്ഷൻ എന്തായാലും 1ലേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ തിയറി ഓഫ് അൺഈക്വൽ എക്സ്ചേഞ്ച് റേറ്റ് 3 ആണ്. 3. ദ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് ഫ്രാങ്ക് ആണ്. യെസ്, 4. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ് സംസാരിച്ചത് ഹിർഷ്മാൻ ആയിരുന്നു. ബാക്ക്വേർഡ് എഫക്റ്റിനെ പറ്റി സംസാരിച്ചത് ഗുണാർ മിർഡാൽ ആയിരുന്നു. 3, 4, 1, 2. യെസ്, 3, 4, 1 and 2. അപ്പൊ ഇതും ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഇതിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴാണല്ലേ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ആവുക. റിപ്പോ റേറ്റ് എന്താണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ ഫ്രം RBI. നമുക്കത് സിമ്പിൾ ആയിട്ടുള്ള അറിയണ കാര്യമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. വേറെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവിടെ വരുന്നില്ല. ബാങ്ക് നമ്മുടെ RBIയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല, കോമൺ പീപ്പിൾ ഡെപ്പോസിറ്റ്. അവിടെ കോമൺ പീപ്പിൾ തന്നെ വരുന്നില്ല. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ബോറോ മണി ഫ്രം RBI. RBIയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബാങ്കുകൾ കടം വാങ്ങുന്നതിന്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. അപ്പൊ നമുക്കറിയാം UGC നെറ്റിന് വളരെ കുറച്ച് ദിവസം, ഏകദേശം 30 ദിവസമേ ബാക്കിയുള്ളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടൈം. ഈ ടൈമിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, ഇതാണ് നമ്മൾക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ക്രാഷ് കോഴ്സസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാക്സിമം 30 ഡേയ്സ് കൊണ്ട് നമുക്ക് പറ്റാവുന്നത്ര സിലബസ് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ ഈ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഇനിയും പുതിയ പാർട്ടുകളിൽ പുതിയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതേപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്